ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദറസുസാനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീൻ, അതിലെ 2ാമത്തെ പാഠം അൽ മുഅ്മിനൂന ഇഖ്വ. അൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. നമുക്ക് പാഠം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ബോക്സായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞു തരും, എന്നാലും ഞാനും കൂടെ ഒന്ന് പറഞ്ഞുതരാം. യർമൂക്ക് യുദ്ധഭൂമി. സഹാബികൾ അക്രമികളുമായി പോരടിക്കുകയാണ്. ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയായി പലരും രണഭൂമിയിൽ മുറിവേറ്റു വീണു. പലരുടെയും മുറിവുകൾ സാരമുള്ളതായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് അവർ ദാഹജലം ആവശ്യപ്പെട്ടു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അതിലേക്ക് നോക്കി. അത് കണ്ട ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. വെള്ളം കുടിക്കാനൊരുങ്ങിയ ഇക്രിമ റളിയല്ലാഹു അൻഹു അയ്യാസ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞു, വെള്ളം അയ്യാസിന് കൊടുക്കൂ. അപ്പോൾ ഇവിടെ യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളപ്പാത്രവുമായി നടക്കുകയാണ് ആര്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആദ്യം ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഇക്രിമയുടെ അടുത്തേക്ക് ഹുദൈഫ വെള്ളപ്പാത്രവുമായി എടുത്തെത്തിയപ്പോൾ അയ്യാസ് റളിയല്ലാഹു അൻഹു ആ വെള്ളപ്പാത്രത്തിലേക്ക് നോക്കുന്നത് കണ്ടു. അപ്പോൾ ഇക്രിമ പറഞ്ഞു, അയ്യാസിന് വെള്ളം കൊടുക്കൂ എന്ന്. അങ്ങനെ ഹുദൈഫ വെള്ളപ്പാത്രവുമായി യർമൂക്ക് യുദ്ധഭൂമിയിൽ നടക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് പാഠഭാഗത്തിൽ മനസ്സിലാക്കാം. ഹുദൈഫ വെള്ളപ്പാത്രവുമായി അയ്യാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോടി. എന്നാൽ അദ്ദേഹം എത്തുമ്പോഴേക്കും അയ്യാസ് റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. ഹുദൈഫ വെള്ളപ്പാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചോടി. അവിടെ എത്തുമ്പോഴേക്കും ഇക്രിമ റളിയല്ലാഹു അൻഹും ഷഹീദായിരുന്നു. തുടർന്ന് ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ എത്തും മുമ്പ് അദ്ദേഹവും ഷഹീദായി. നോക്കൂ, സാഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക. മരണവേളയിൽ പോലും തൻ്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങളെല്ലാം പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എങ്ങനെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തന്നെ പോലെ തന്നെ മറ്റു മുസ്ലിം സഹോദരന്മാരെയും കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനു വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആരെയാണ് പ്രശംസിച്ചത്? ചോദ്യമുണ്ട്, ആരെയാണ്? സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെയാണ് അല്ലാഹു തആല പ്രശംസിച്ചത്. സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്ത്?
സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. മനസ്സിലാക്കുക. വിട്ട ഭാഗം ബോധിപ്പിക്കാനൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണിത്. ഇത് രണ്ടും നന്നായി മനസ്സിലാക്കുക. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ നക്റ വ നഫമു പാഠത്തിലെ ചില വേർഡ്സുകൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുൻഗണന എന്നതിൻ്റെ ഇംഗ്ലീഷ് വന്നാണ് പ്രയോറിറ്റി. മനസ്സിലാക്കുക. സ്വാർത്ഥത, സെൽഫ്നെസ്, അതാണ് സ്വാർത്ഥത. അപ്പോൾ അതിൽ ഈ എർമൂക്ക് എന്ന് പറഞ്ഞാൽ ജോർദാനിലെ ഒരു സ്ഥലമാണ്. അതുപോലെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണം എന്താണെന്നൊക്കെ. നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവൂല. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ മതി. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടുക. അതിനാണ് സ്വാർത്ഥത എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുള്ളൂ ചില വേർഡ്സുകൾ. ഇനി നമുക്കിതിൻ്റെ ദഫ്തറബ് തോലിബ് നോക്കി തദ്രിബാത്തുകൾ പൂർത്തിയാക്കണം. ആദ്യമായി വരുന്ന നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 1. ആരാണ് ദാഹിക്കുന്നവർക്ക് വെള്ളവുമായി ഓടി നടന്നത്? ആരായിരുന്നു? പാഠത്തിൽ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് അവിടെയൊക്കെ എഴുതുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനോടെല്ലാമാണ് ഉപമിച്ചത്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എഴുതുക. അടുത്തത് അല്ലാഹു തആല ആരെയാണ് പ്രശംസിച്ചത്? സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടയാളപ്പെടുത്തിയിട്ട് എഴുതുക. അടുത്തത് സത്യവിശ്വാസിക്ക് ചേരാത്ത ഒരു ദുർഗുണം എഴുതാൻ. ഏതായിരുന്നു? സ്വാർത്ഥത പാടില്ല, അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. അടുത്തത് നക്തഷിഫുൽ മായന, അർത്ഥം എഴുതാനാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അതിൻ്റെ അർത്ഥം എഴുതണം. ഇവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അതാണ് അതിൻ്റെ അർത്ഥം എഴുതുക. അടുത്തത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനു കൽ ബുന്യാന് യശുദ്ദു ബഅ്ലുഹു ബഅ്ലൻ. എന്താണ് അതിൻ്റെ അർത്ഥം എഴുതേണ്ടതാണ്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. അടുത്തത് മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം കൽ ജസദിൽ വാഹിദ്. എന്താണ് അതിൻ്റെത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. അതുവരെ അതിൻ്റെ അർത്ഥം എഴുതുക. അടുത്ത നംലവുൽ ഫറായി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. സത്യവിശ്വാസിക്ക് ഡാഷ് പാടില്ല. എന്താണ്? സ്വാർത്ഥത പാടില്ല. അടുത്തത് തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഓരോന്നിന് അടയാളപ്പെടുത്തിയതാണ്. അപ്പോൾ അത് മനസ്സിലാക്കങ്ങൾ ഓരോന്നിനും ഞാൻ ബുക്ക് വെച്ച് കാണിച്ചു തരുന്നില്ല. അടുത്തത് എന്താണ്? സഹാബികൾ ഡാഷിൽ പോലും തൻ്റെ സഹോദരന് പരിഗണന നൽകി. എപ്പോഴാണ്? സഹാബികൾ മരണവേളയിൽ പോലും. അപ്പം അത് എഴുതുക. അടുത്ത നുൻഷുൽ ജുമുല വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. മുഖാമുഖം എന്നുള്ളതിന് ഒരു വാക്യം നിർമ്മിക്കണം. അപ്പം പാഠത്തിലുള്ളതിന് നമുക്ക് എഴുതാം. മരണത്തെ മുഖാമുഖം കണ്ടു. അടുത്തത് ദാഹജലം. അപ്പം നമുക്ക് എന്തും ഉണ്ടാക്കി എഴുതാം. ദാഹജലം എന്നതിൽ വേർഡ്സ് ഉണ്ടായാൽ മതി. അപ്പം ദാഹജലം കുടിക്കാതെ അവർ ഷഹീദായി. അപ്പം ഷഹീദായി എന്നൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ എഴുതാം. അല്ല, ദാഹജലം കുടിച്ചു, അവർ ദാഹജലം കുടിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതാം. അടുത്ത മുൻഗണന. എന്താണ്? അവർ സഹോദരന് മുൻഗണന നൽകി.
സഹാബികൾ സഹോദരന്മാർക്ക് മുൻഗണന നൽകി, അങ്ങനെയും എഴുതാം. ഇവിടെ പറയുന്നുണ്ട് സഹോദരന് മുൻഗണന നൽകി, അതെഴുതാം. അടുത്തത് സ്വാർത്ഥത. സത്യവിശ്വാസിക്ക് സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത പാടില്ല, ആർക്കും സ്വാർത്ഥത പാടില്ല, അങ്ങനെയും എഴുതാം. പ്രശംസിച്ചു. എന്താണ്? ഉസ്താദ് കുട്ടിയെ പ്രശംസിച്ചു. ഉസ്താദ് കുട്ടിയെ പ്രശംസിച്ചു. അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്, അങ്ങനൊക്കെ എഴുതാം. പരിഗണന. സഹോദരന് പരിഗണന നൽകണം. തൻ്റെ സഹോദരന് പരിഗണന നൽകണം, എങ്ങനെ വേണമെങ്കിലും എഴുതാം, മനസ്സിലാക്കുക. അടുത്തത് അതുപോലെ അറബി തന്നതാണ്. അറബി അത് വരുന്ന ഒരു വാക്യം ഉണ്ടാക്കണം. അഹുൻ. അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പോൾ നമുക്ക് പാഠത്തിൻ്റെ പേര് അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. വിശ്വാസികൾ സഹോദരങ്ങളാണ്, അങ്ങനെ എഴുതാം. അടുത്തത് മുഅ്മിനുൻ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്, അത് എഴുതാം. അടുത്തത് ജസദുൻ. ജസദുൻ എന്നാൽ ശരീരം എന്നാണ്. അപ്പോൾ നമ്മൾ പാടത്ത് പഠിച്ചതാ. എന്താ പഠിച്ചത്? സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. അപ്പം അതിൻ്റെ അറബി അൽ മുഅ്മിനൂന മസലുൽ ജസദ്. അൽ മുഅ്മിനൂന മസലുൽ ജസദ്. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞത് പാടത്തെ ആസ്പദമാക്കിയിട്ടാണ്. അഹു എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പം നമുക്കത് വെച്ചിട്ട് വേറെയും വേർഡ്സ് എഴുതാം. അഹി ഫിദ്ദാർ, എൻ്റെ സഹോദരൻ വീട്ടിലാണ്. മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി, ഒരു സത്യവിശ്വാസി. അപ്പോൾ ഇന്നൽ മുഅ്മിൻ യദ്ഖുലുൽ ജന്ന, സത്യവിശ്വാസി തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും, അതെഴുതാം. അടുത്ത ജസദ്. ലാ യഅ്കുലു തുറാബു ജസദുൽ അംബിയാ. ലാ യഅ്കുലു തുറാബു ജസദുൽ അംബിയാ. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. അങ്ങനെ നമുക്ക് ഈ വേർഡ്സുകൾ വരുന്ന എന്തും എഴുതി വെക്കാം, എന്നിട്ടത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നന്നായി മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ. ഒരു ജാരിയായ സദഖയ അല്ലാഹു തആല ഇത് സ്വീകരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.